ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ചെറിയ 2 പൊട്ടാറ്റോ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുക്കുന്നുള്ളൂ കേട്ടോ, 3 മുട്ട എടുക്കുന്നില്ല. സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകും കൂടെ. അപ്പോൾ നമുക്ക് ദോശമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോതമ്പ് മാവ് നമുക്കൊന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സവാള എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 കഷ്ണം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നല്ല ചതച്ചിട്ടിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഉപ്പിട്ടിട്ടുണ്ട്. നല്ല ഒരു മീഡിയം പരുവത്തിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്, നമ്മുടെ സവാളയിൽ നിന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചേർത്തത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നമ്മുടെ ഈ ഒരു മസാല ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്, വെന്തൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി എണ്ണ കൂട്ടി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും, ഇപ്പം നല്ല ഉടച്ച് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ. മുട്ട ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല, മുട്ടയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. അതേപോലെ തന്നെ അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്ന സമയം തന്നെ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ്. അപ്പം നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം കാണുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, വീണ്ടും ഞാൻ പറയാം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദോശ നല്ല നൈസായിട്ട് വേണം ചുട്ടെടുക്കാൻ കേട്ടോ. നല്ല എത്രത്തോളം നൈസാക്കുക അത്രത്തോളം നൈസാക്കി ചുടുക. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. ഭയങ്കര മഴയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. എല്ലായിടത്തും ഇപ്പോൾ മഴയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങളറിയാം. ഈ ദോശ പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അന്നേരം തന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ആ ഫില്ലിങ് വെച്ചത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5-6 ദോശ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദാമാവ് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഒട്ടിക്കുന്ന ആ ഒരു രീതി കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിൽ എന്താ പറയുന്നത്,
അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കലാവിരുത് പോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പാൻ ചെറുതായതുകൊണ്ട് തന്നെ 2 എണ്ണം വെച്ച് ഇടാൻ പറ്റത്തുള്ളൂ. ആദ്യമേ ഒരെണ്ണം ഇട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ രണ്ടാമത് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയം മുട്ട പപ്സ് കഴിക്കുന്നത് എങ്ങനെ അതേ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. നല്ല ഈ ദോശ നല്ല മൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നൈസായിട്ട് തന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.